ഒരു തരത്തിൽ പോസിറ്റീവും ഒരു തരത്തിൽ നെഗറ്റീവും എന്ന് പറയാം. കേരളത്തിൻ്റെ വികസനം അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് പോസിറ്റീവാണ്. കേരളത്തിലെ രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോൾ അത് വലിയ രീതിയിൽ രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ സംഭവിക്കും എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, CPM ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്, ഇടതുപക്ഷം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ BJP രാഷ്ട്രീയം ഏത് രീതിയിൽ വളരാനാണ് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, കോൺഗ്രസ് രാഷ്ട്രീയം ഇതുകൊണ്ടുണ്ടാകുന്ന കോൺഗ്രസിനുണ്ടാകുന്ന നഷ്ടം എന്നുള്ളതാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യമേ ഉള്ളൂ, കോൺഗ്രസ് മുക്ത ഭാരതമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കോൺഗ്രസ് ഇല്ലാതാകുക എന്നുള്ളത് മാത്രമാണ് അവർ. പക്ഷേ അതിലൂടെ മാത്രമേ കേരളത്തിൽ BJPക്ക് മുന്നേറാൻ കഴിയുള്ളൂ എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏക അർത്ഥം എന്ന് പറയുന്നത്, ഉണ്ണിസാർ നേരത്തെ പറഞ്ഞതുപോലെ, കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് BJPനെ എഗനസ്റ്റായി അല്ല, സാധാരണ ജനങ്ങളെല്ലാം BJP കേന്ദ്രത്തിൽ നിന്നൊന്നും തരുന്നില്ല എന്നുള്ളത് മനസ്സിൽ വെച്ച് മുന്നോട്ട് പോവുകയാണ്. അത് ഊട്ടി ഉറപ്പിക്കുന്നതായിരുന്നു കുറേ നാളുകളായി CPMൻ്റെ കേരളത്തിലെ പ്രചരണം എന്ന് പറയുന്നത്. ഇലക്ഷനിൽ പ്രചരണം എന്ന് പറയുന്നത് കേന്ദ്രം വളരെ മുറുക്കുന്നു, ഒരു സംവിധാനവും തരുന്നില്ല, നടപ്പിലാക്കാൻ പറ്റുന്നില്ല, സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളത്തെ തള്ളിവിടുന്നു, അങ്ങനെ നിരവധി ആരോപണങ്ങളായിരുന്നു കേന്ദ്രവും തമ്മിൽ നടന്നുകൊണ്ടിരുന്നതും. അങ്ങനെയാണ് കേരളത്തിലെ BJPനെ അവർ പ്രൊജക്റ്റ് ചെയ്തിരുന്നതും, CPM പ്രൊജക്റ്റ് ചെയ്യുന്നതും. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെൻറ്റിന് കേന്ദ്രം എല്ലാം കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. റോഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിതിൻ ഗഡ്കരി ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലും കൊടുക്കാത്ത അത്രയും രൂപ കേരളത്തിലെ സ്റ്റേറ്റ് റോഡുകൾക്ക് വേണ്ടി കൊടുക്കുകയാണ്. ഞാനിതിൻ്റെ ഒരു കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൊരു അത് നോക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇൻവെസ്റ്റ് കേരള നടക്കുന്ന സമയത്ത് അവിടെ വന്ന് കേന്ദ്രമന്ത്രി പറയുകയാണ്, നല്ല സംസ്ഥാനം, നന്നായി രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യണം, നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കണം, കേരളത്തെ പുകഴ്ത്തി പറയുന്നു എന്നുള്ളതാണ്. അവിടെ കേരളത്തിലെ മന്ത്രി വരുന്നു, അതേ യോഗത്തിൽ കേരളത്തിലെ മന്ത്രി വരുന്നു, കേരളത്തിലെ കേന്ദ്രമന്ത്രിയും വന്നിട്ട് ജോർജ് കുര്യനും വന്നിട്ട് ഇതേ കാര്യങ്ങൾ അവിടെ സംസാരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ മാറിയിട്ട് രാജേന്ദ്ര ആർലേക്കർ ഇങ്ങോട്ട് വരുന്നു. രാജേന്ദ്ര ആർലേക്കർ ഗവർണറായതിനു ശേഷം ഉണ്ടായ കാര്യം എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു നല്ല ലൈസൻസ് ഓഫീസറാണ്. അദ്ദേഹം ഗോവയിൽ ക്രിസ്ത്യൻ സമുദായത്തെ ഏറ്റവും നന്നായി വിനിയോഗിച്ച് BJPക്ക് അധികാരം മേടിച്ചു കൊടുക്കാൻ ഒന്നാമത്തെ കാരണക്കാരനായിരുന്ന ഒരാളാണ് രാജേന്ദ്ര ആർലേക്കർ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എങ്ങനെയാണ് ഗോവയിൽ കൈകാര്യം ചെയ്തതെന്നുള്ളത് കേന്ദ്രത്തിലെ RSSനും കേന്ദ്രത്തിലെ BJPക്കും RSSനും നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ കേരളത്തിലേക്ക് വിട്ടതെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് പറയുന്നത് എന്താണ്? വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യം. വയനാട് ദുരന്തം എന്ന് പറയുന്ന കാര്യം, കേന്ദ്രം പണം കൊടുത്തു, 1 മാസം കൊണ്ട് അത് ചിലവാക്കണം എന്ന് പറയുന്നു. അത് ചിലവാക്കാൻ കഴിയില്ല എന്നുള്ളത് നിങ്ങൾക്കും ഇത് അനുവദിച്ച കേന്ദ്രത്തിനും അറിയാലോ. എന്തുകൊണ്ടാണ് അങ്ങനെ അനുവദിക്കാൻ കാരണം? കേരളം അവിടെ ചർച്ചയ്ക്ക് വരണം എന്നുള്ളത് കൊണ്ടാണ്. അവിടെ വരികയും അത് സംസാരിക്കുകയും ചെയ്യുന്നു. അതൊരു പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ കേരളത്തിന് 500 കോടി രൂപ മുടക്കുന്ന ഒരു സംസ്ഥാനത്തിന് കൊടുക്കുമ്പോൾ 500 കോടി രൂപ 1 മാസം കൊണ്ട് ചിലവാക്കാൻ പറ്റില്ല എന്ന് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അത് പ്രത്യേകിച്ച് ഭരിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിക്ക് മനസ്സിലാകാതിരിക്കില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കേരളത്തിൽ നിന്ന് അത് ചർച്ചയ്ക്ക് വരണം. ആ ചർച്ചയ്ക്ക് വരുമ്പോൾ എന്താണ്? അതൊരു പുതിയ നെഗറ്റീവായിട്ട് അവരത് അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കേരളം ആവശ്യപ്പെടുന്ന കാര്യങ്ങളിൽ അനുകൂല നിലപാട് സ്വീകരിച്ചാൽ എന്ത് സംഭവിക്കും? അനുകൂല നിലപാട് സ്വീകരിച്ചാൽ ഒരിക്കലും കേരളത്തിൽ കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെ കുറ്റം പറഞ്ഞാൽ അത് കേരളം ജനങ്ങൾ വിശ്വസിക്കാതാവും. ഇതെന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? നമ്മൾ ചെന്ന് അവിടെ പറയുകയാണ്, ഞങ്ങൾക്ക് വായ്പാ പരിധി കൂട്ടിത്തരണം എന്ന് പറഞ്ഞാൽ, വായ്പാ പരിധി കൂട്ടിയാൽ പിന്നെ അത് ക്വസ്റ്റ്യൻ ഇല്ലാതായി. അവിടെ നിങ്ങൾ 500 കോടി രൂപ വയനാടിന് അനുവദിച്ചു, അതിന് 1 വർഷം സമയം തരണം എന്ന് പറഞ്ഞാൽ, അത് സമയം കൊടുത്താൽ അതിൻ്റെ പ്രശ്നം അവിടെ തീർന്നു. അതോടുകൂടിയിട്ട് പിന്നെ കുറ്റം പറയാതാവും. പിന്നെ എന്താണ്? GST വിഹിതം തരണം എന്ന് പറഞ്ഞാൽ, അത് തരാൻ തീരുമാനിച്ചാൽ അതോടുകൂടി ഇത് കഴിഞ്ഞു. പിന്നെ എന്താണ്? നാലാമത് പറഞ്ഞ കാര്യം എന്താണ്? വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വയബിലിറ്റി, അതിനകത്ത് ഇവർക്ക് കേരളത്തിന് കിട്ടേണ്ട പണം കിട്ടാവുന്ന സംവിധാനമാക്കി കൊടുക്കാനാണ് അവർ പറയുന്നത്. അതും കൂടെ ചെയ്തു കൊടുത്താൽ ഈ 4 കാര്യം നടപ്പിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താണ് കേരളത്തിലെ CPM ചെന്ന് കേന്ദ്രത്തിന് കുറ്റം പറയാനുള്ളത്? ഒരു കുറ്റം പറയാനില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത്, ഇത് രാഷ്ട്രീയപരമായി ഇത് CPMനെ എങ്ങനെ ബാധിക്കും, CPM എങ്ങനെ ഇതിനെ ജനങ്ങൾ പറഞ്ഞു മനസ്സിലാക്കും എന്നത് ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? കോൺഗ്രസിനെ സംബന്ധിച്ചോളം വലിയ രീതിയിലുള്ള വീഴ്ചയാണ്. കേന്ദ്രവും കേരളവും ഒന്നിച്ചു നിന്നാൽ പിന്നെ കോൺഗ്രസ് ഇല്ല എന്നുള്ളതാണ്. കോൺഗ്രസിന് എന്തിനാണ് പിന്നെ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമിരിക്കുന്നത്? കേന്ദ്രം കൈ അഴിച്ച് കേരളത്തെ സഹായിക്കുന്നു. കേരളം ഭയങ്കര രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് വരുത്തുന്നു. കേരളം വലിയ രീതിയിൽ റോഡ് വികസനം നടത്തുന്നു. വലിയ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, മൂലധന നിക്ഷേപം കാര്യമായി നടത്തുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത്? ആ ആവശ്യകത ഇല്ലാതാവും. അത് കാര്യമായി തിരിച്ചറിഞ്ഞ പാർട്ടി എന്ന് പറയുന്നത് BJP ആണ്. അതിലേക്ക് അവർ മൂവ്മെൻറ്റ് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ വരുന്ന 2026 ഇലക്ഷനിൽ മിനിമം
മിനിമം സീറ്റ് പിടിക്കുക. അവർ അധികാരത്തിൽ വരണമെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല. അവരെന്താണ് മിനിമം സീറ്റ് പിടിക്കുക. 2031 പ്രധാനപ്പെട്ട ഒരു ഭരണപക്ഷി പാർട്ടിയായി മാറാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് BJP നടത്തുന്നത്. അതിനെന്താണ്, അവർക്ക് 20 കുറയാത്ത സീറ്റ് കേരളത്തിൽ വേണം. ആ 20 കുറയാത്ത സീറ്റ് BJPക്ക് കിട്ടണമെങ്കിൽ ഈ രീതിയിലുള്ള ശക്തമായ കേന്ദ്രത്തിൻ്റെ ഇടപെടൽ കേരളം വേണം. അത് കേന്ദ്രത്തിൻ്റെ ഇടപെടൽ എങ്ങനെ വേണം? കേന്ദ്രത്തിന് ഡയറക്റ്റായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. കേരളത്തിന് ഫെഡറലിസ സംവിധാനത്തിനകത്ത് സംസ്ഥാന സർക്കാരുമായിട്ട് ഒന്നിച്ച് നിൽക്കാതെ അവരോട് എതിർത്തിട്ട് കേരളത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ശക്തമായ ഒരു നീക്കം കേന്ദ്രം തീരുമാനിച്ചിട്ടുണ്ട്. ആ നീക്കത്തിൻ്റെ ഭാഗമാണ് ഈ നിതിൻ ഗഡ്കരിയുമായി കാര്യത്തിലാണെങ്കിലും നിർമ്മല സീതാരാമനുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിലും വ്യവസായ മന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ നടക്കുന്നു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതോടുകൂടി എന്ത് സംഭവിക്കും? കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താണോ ഇപ്പോൾ കാണുന്ന നിങ്ങൾ ഇത് ഇങ്ങനെ തന്നെ എഴുതി വെച്ചോളൂ. 2024 മാർച്ച് 2025 മാർച്ചിന് ശേഷവും മാർച്ചിന് മുൻപും എന്ന് പറഞ്ഞ് 2 രാഷ്ട്രീയമായി കേരളം മാറും. അതാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അത് മാറ്റാൻ ആർക്ക് സംഭവിക്കണം? അത് തീരുമാനിക്കേണ്ടത് ആരാണ്? കേരളത്തിലെ ഗവൺമെൻറ്റാണ്. ഞാൻ വിചാരിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നാളെ വന്ന് കേരളത്തിലെ പത്രക്കാരോട് സംസാരിക്കുകയാണെങ്കിൽ, ഇതുമായി ബന്ധപ്പെട്ട് ഇത് തീർത്തും അനൗദ്യോഗികമായിട്ടുള്ളൊരു കൂടിക്കാഴ്ചയാണ്, അതോടുകൂടി സംസാരിക്കുകയാണെങ്കിൽ ഈ ചോദ്യത്തിനുള്ള മറുപടിയിൽ നിന്ന് അതിൻ്റെ കറക്റ്റായ കാര്യം മനസ്സിലാക്കും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു കാര്യം ശരിയാണ്, കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല കാലമാണ് വരുന്നത്. കേന്ദ്രവും കേരളവും ഒന്നിച്ച് നിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നല്ല കാലം എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് നല്ല രീതിയിലുണ്ടാകും. ക്ഷേമ പെൻഷന് പ്രശ്നം ഉണ്ടാവില്ല, ആരോഗ്യ മേഖലയിൽ പ്രശ്നം ഉണ്ടാവില്ല, റോഡുകളുടെ കാര്യത്തിനകത്ത് പ്രശ്നം ഉണ്ടാവില്ല, ഈ പറഞ്ഞ കുടിശ്ശികളുടെ കാര്യത്തിനകത്ത് പ്രശ്നമില്ല. പിന്നെ എന്താണ് പ്രശ്നം? പിന്നെ ഒരു പ്രശ്നമില്ല. നമുക്ക് ആകെ കേരളം ബുദ്ധിമുട്ട് എന്താണ്? സാമ്പത്തിക പ്രതിസന്ധിയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. കേന്ദ്രം കനിഞ്ഞ് സഹായിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ കേരളത്തിന് പിന്നെ സാമ്പത്തിക പ്രതിസന്ധി ഇല്ല. എത്ര 1000 കോടി രൂപേൻ്റെ വളരെ ചുരുക്കം 10,000 20,000 കോടി രൂപയിൽ തീരുന്ന പ്രശ്നങ്ങളെ കേരളത്തിനുള്ളൂ. അതിൽ കൂടുതൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ കേരളത്തിലില്ല. ഒരു 20,000 കോടിയോ 25,000 കോടി രൂപയോ കേരളത്തിന് കേന്ദ്രം കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് വേണ്ട, കൊടുക്കുവാൻ തീരുമാനിക്കേണ്ട. വായ്പാ പരിധി ഉയർത്തിയാൽ തന്നെ കേരളത്തിൻ്റെ പ്രശ്നം തീർന്നു. എന്താണ്, ക്ഷേമ പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചാൽ 80% പ്രശ്നം തീർന്നില്ലേ? അപ്പോൾ വലിയ രീതിയിലുള്ള മാറ്റം കേരളത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു കൂടിക്കാഴ്ചയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടുകൂടിയിട്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയം തന്നെ മാറും എന്നുള്ളതാണ്. ഇത് ശക്തമായി തിരിച്ചറിയേണ്ട പാർട്ടി കോൺഗ്രസ് ആണ്, അല്ലെങ്കിൽ കോൺഗ്രസ് കേരളത്തിൽ ഇല്ലാതാവാനാണ് സാധ്യത. ആവശ്യത്തിന് പണം കേന്ദ്രം കേരളത്തിന് കൊടുത്താൽ കേരളം അത് വൃത്തിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ള കാര്യം ദേശീയപാതയുടെ കാര്യത്തിൽ തെളിയിച്ചതാണ്, ഗെയിൽ പൈപ്പ് ലൈനിൻ്റെ കാര്യത്തിൽ തെളിയിച്ചതാണ്, വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ തെളിയിച്ചതാണ്. അപ്പോൾ പണം കേരളത്തിന് കേന്ദ്രം കൊടുക്കുകയും ആ പണം കേരളത്തിൽ നടപ്പിലാക്കാൻ പിണറായി സർക്കാർ പോലൊരു സർക്കാർ ഉണ്ടാവുകയും ചെയ്താൽ പ്രതിപക്ഷത്തിൽ ഇത്രയും പണം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു അറിയോ? പിന്നെ കേന്ദ്രത്തെ കുറ്റം പറയാൻ പറ്റില്ലെന്ന് മാത്രമല്ല, കേരളം ആ അർത്ഥത്തിലൊരു ഡെവലപ്പിംഗ് പാരഡൈസ് ആവില്ല. KS സുരേന്ദ്രൻ പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞൊരു കാര്യം എന്താ അറിയോ? കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെയുള്ള നാഷണൽ ഹൈവേയുടെ 2 സ്ഥലത്തും മുഹമ്മദ് റിയാസിൻ്റെയും പിണറായി വിജയൻ്റെയും ഫോട്ടോയാണെന്ന് പറയുന്നത്. കാരണം അത് ഫണ്ട് എവിടെ നിന്നാണ്? കേന്ദ്രത്തിൻ്റെ ഫണ്ടാണ്. ആ ഫണ്ടിലെ കാര്യം ചെറിയ വിഹിതം കേരളത്തിനുണ്ട്, പക്ഷേ 6,000 കോടി കേരളത്തിനുണ്ട്. പക്ഷേ എന്താണ്, അത് നല്ല രീതിയിൽ വിനിയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ടാണ് ഇതിനെ കാണേണ്ടത്. Meet the editors.